എടോ ഡ്രൈവറെ, ഒന്ന് പതുക്കെ പോടൂ. കുണ്ടും കുഴിയുള്ള റോഡാ, എപ്പോഴാ ടയറ് പൊട്ടുന്നേന്ന് അറിയില്ല. എന്റെ മാമ ആ കരിനാക്ക് വളച്ചൊന്നും മിണ്ടല്ലേ. കഴിഞ്ഞ തവണ ടയർ പൊട്ടിയിട്ട് നടന്ന് നടന്ന് കാലിന്റെ എല്ല് പൊട്ടി. ഒന്നും മിണ്ടാതിരിക്കും. എങ്കിൽ പിന്നെ ഇയാളോടൊന്ന് സൈഡാക്കാൻ പറ, എനിക്ക് മൂത്രം വയ്ക്കാൻ മുട്ടണ മോനെ. ഓ, ഈ മാമനെ കൊണ്ട് തോറ്റല്ലോ. എങ്കിൽ എവിടെയെങ്കിലും ഒതുക്ക്, നമുക്കൊരു ചായ കുടിക്കാം. എനിക്ക് വിശക്കുന്നു. അത് നല്ല ഐഡിയാണ്, എനിക്കും വിശക്കുന്നുണ്ട്. ആ കാതൽക്കാരെ കടയിൽ തരേ, നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാം. അത് മതി, അങ്ങോട്ട് ഒതുക്കി നിർത്ത് ഡ്രൈവറെ. കാതൽക്കാരെ കടയിൽ കഴിക്കാൻ വല്ലതുണ്ടായാൽ മതിയായിരുന്നു. നല്ല വിശപ്പ്. അശ്വല്ലോ പച്ചോനെ, പായ്ക്കോലൊക്കെ പറ്റി ചീഞ്ഞില്ല. ഏതെങ്കിലും മണ്ടന്മാർ വരുമ്പോൾ കൊടുക്കാം. ഈ വില നിലവാര പട്ടിക വെച്ചേ പിന്നെ മനുഷ്യന്റെ കടയിൽ ഒരു മനുഷ്യക്കുഞ്ഞ് കയറണില്ല. ഏതെങ്കിലും ഒരു കള്ള നമുക്ക് വന്ന് കയറുന്നെങ്കിൽ പഴയ ചായം വരെയും കൊടുക്കായിരുന്നു. ഒരു ബസ് വരുന്നുണ്ടല്ലോ. നമ്മളുടെ സമയം തെളിഞ്ഞില്ലാണ് തോന്നുന്നത്. ബസ്സിനകത്ത് ആൾക്കാരായിരിക്കണേ. ഇതാരൊക്കെയാ? ഗോപ, ബിച്ചു, ഓ ഈ ഹംക്കുണ്ട്. എവിടെ പോയിട്ടാണ് ഈ പറഞ്ഞത്? ഈ ബസ് ഏതാണ്? പുതിയ റൂട്ടിലൊരു പുതിയ ബസ്. ഇത് പുതിയതൊന്നല്ല കാതറേ, പഴയ ബസ് തന്നെ. ഒന്ന് പെയിന്റ് അടിച്ച് പേര് മാറ്റി ഇറക്കിയതാ. ഇപ്പൊ പിന്നെ ഉഷാറാ, കുട്ടപ്പൻ. അത് ശരി, പുട്ടപ്പനാ പേര്. ഓ, പുട്ടപ്പനും കുട്ടപ്പനും ഒന്നല്ല കാതർക്ക. വണ്ടി നല്ല ഉഷാറാണെന്ന് പറഞ്ഞതാ. കെക്കെ മേനോന്നാ പേര്. എങ്ങനെയുണ്ട്? നല്ല ഉഷാറ് പേരല്ലേ? അത് ഞമ്മക്ക് മനസ്സിലായിക്കണേ. ഞമ്മൾ ഓനൊന്ന് ആക്കിയതല്ലേ. ഓ അത് ശരി. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഇവിടെ കഴിക്കാൻ വല്ലതുണ്ടോ? ഡ്രൈവർ ചേട്ടാ, വണ്ടി ഒന്ന് ഓഫ് ചെയ്തോ. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോകാം. പച്ചമ്പുരാനെ ചതിച്ച പയമാറ്റിപ്പോ ഞമ്മൾ എന്തിട്ടിട്ട് കൊടുക്കും? അല്ല പുല്ലേ, എന്താണ് വേണ്ടത്? ചായ കാപ്പിയാ? എന്തിനാ ചായ കാപ്പിയാകുന്നേ? ബൂസ്റ്റ് ആയിക്കോട്ടെ. സുഗുണ, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് ഹോർലിക്സ് മതിയടാ. ഈ പേര് ഹോർലിക്സും പാൽക്കാപ്പിയൊന്നും ഇല്ല പുല്ലേ. നമ്മളൊരു സ്പെഷ്യൽ കാപ്പി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാം. ചോക്ലേറ്റ് കാപ്പി. എല്ലാവരും ഇരിക്കട്ടാ. നമ്മൾ ചോക്ലേറ്റും ഓരിയോ ബിസ്ക്കറ്റും ചേർത്തിട്ട് ഒരു കോഫി ഉണ്ട് നമ്മുടെ സ്പെഷ്യല്. അല്ലേ ഡേവര് പുല്ലേ, ഇജ്ജും വന്നിരിക്കും. നമ്മൾ ഈ പാലൊന്ന് തിളപ്പിക്കട്ടെ. ഓ കാതറേ, നിന്റെ കടയിൽ ഇപ്പൊ ചോക്ലേറ്റ് കോഫിയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയോ? ഓ, ഒന്നും പറയണ്ട പോവാ. നമ്മളെ മൂന്നാമത്തെ ബീവിന്റെ ആങ്ങളെ കബീർ ഇന്നലെ ഗൾഫിന് വന്നിരുന്നേ. ഓനൊരു കോഫി അടിക്കുന്ന മെഷീൻ നമുക്ക് കൊണ്ട് തന്നീന്ന്. അതിൽ ചോക്ലേറ്റ് കോഫി അടിക്കുക, എന്ത് സൈസ് കോഫി ആണെങ്കിലും ഞെക്കിക്കൊട്ടാ മതി. നമ്മൾ പാല് തിളപ്പിച്ച് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം, അത്ര തന്നെ. ഓ, കാതർക്കാട് ഒരു ഭാഗ്യം. എന്തൊക്കെ സാധനങ്ങളാ ഗൾഫിൽ നിന്ന് കൊണ്ട് തരുന്നേ. ഈ മെഷീൻ കോഫി മാത്രം അടിക്കുള്ളോ? കട്ടൻ കാപ്പിയൊക്കെ അടിക്കോ? ഇജ്ജി തൊല്ല പൂജ വെച്ച് മിണ്ടായിരുന്നുള്ളൂ. ഞമ്മന്റെ ഓരോ ഒരു അലിയനാണ് ഗൾഫിന് വന്നിരിക്കണ കബീർ. ഓ ഞമ്മക്കൊരു മെഷീൻ കൊണ്ടിട്ടാണ്. അതാണെങ്കിൽ നമ്മൾ പൊന്നുപോലെ കൊണ്ടിറക്കണം. നിങ്ങൾ വന്നപ്പോഴാണ് ഒന്ന് ഉദ്ഘടിക്കാൻ വിചാരിച്ചത്. ഓ കാതറ, നീ കുറെ നേരമായല്ലോ മെഷീൻ എന്ന് പറയുന്നു. എന്നിട്ട് നീ ഈ പാത്രത്തിൽ തന്നെയാണല്ലോ ചായ ഉണ്ടാക്കുന്നത്. ശരിയാ. എന്നിട്ട് ആ മെഷീൻ എവിടെ കാതർക്ക? മെഷീനൊക്കെ ഇവിടെ ഉണ്ട് പുല്ലേ. അതിന് മുമ്പ് നമ്മൾ പാല് തിളപ്പിച്ച് അത് പാൽ കാപ്പി ആക്കി അതിനെ ചോക്ലേറ്റ് മിക്സ് ചെയ്ത് ആ മെഷീക്ക് ഒരു മെറ്റി ആയി കൊടുക്കണം. നമ്മൾക്ക് പഞ്ചസാര കൂട്ടി കലക്കി മെഷീനിന് ഷൂന്നും പറഞ്ഞ് വരും. ഇതാണ് നമ്മ പറഞ്ഞ മെഷീൻ. എങ്ങനെയുണ്ട് നോക്ക്, കണ്ടാ പറഞ്ഞ ഷൂന്ന്. വാവ്, ഇത് കൊള്ളാലോ. കാതർക്ക പറഞ്ഞ പോലെ തന്നെ ഷൂന്നും പറഞ്ഞ് കാപ്പി വരുന്ന കണ്ടില്ലേ? ഓ, ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഇതൊക്കെ എന്ത്? അടുത്ത കൊല്ലം പറയുമ്പോ നമുക്ക് പഴംപൊരി ഉണ്ടാക്കണ മെഷീനാണ് കൊണ്ടുവരാന്ന് പറഞ്ഞേക്കണത്. നിങ്ങൾ വായോട്ടാ, നമ്മൾ മെഷീനിലടിച്ച പഴംപൊരി നിങ്ങൾക്ക് തരാം. ഓ, പഴംപൊരി ഉണ്ടാക്കുന്ന മെഷീനോ? കാതർക്കാട് അളിയ കബീർ സൂപ്പറാ. അതൊക്കെ പോട്ടെ, ചോക്ലേറ്റ് കോഫി എന്തായി? റെഡിയായോ? എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല. ഇജൊന്ന് വെപ്രാളപ്പെടാണ്ടിക്ക് ഗോപ. ഇതിൻ്റെ അകത്ത് കുറച്ച് ചോക്ലേറ്റ് ചെറുപ്പം കൂടി വെച്ച് മിക്സ് ചെയ്താലേ ഈ ചോക്ലേറ്റ് കോഫി പൂർണ്ണാവുള്ളൂ. പിന്നെ എനക്ക് വിശപ്പിന് വേണ്ട പൊറോട്ട ബീഫ് അവിടെ ഇരിക്കണ്ട്. ഞാൻ നിലത്തെ ഇജാ മോനെ, ഇജ്ജി കുച്ചോക്ക് എങ്ങനെ പോയി? ഇങ്ങത്താ. നല്ല ചോക്ലേറ്റ് പോലെ. എങ്ങനെയുണ്ട് സുഗുണ? കൊല്ലാടാ, നല്ല ചോക്ലേറ്റ് ഷേക്ക് പോലെ. എനിക്ക് ഒരെണ്ണം കൂടി വേണം. ഇങ്ങത്താ. എത്ര എണ്ണം വേണമെങ്കിലും തരാം. അതിനല്ലേ നമ്മൾ ഈ മെഷീൻ വെച്ച് വെച്ചേക്കണ. ഇന്നാ പിടിച്ചോ. ചായക്കട.